ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞ വെജിറ്റബിൾ സ്റ്റൂ കറിയാണ്. വെജിറ്റബിൾ സ്റ്റൂ നമുക്ക് അപ്പത്തിൻ്റെ, പാലപ്പത്തിൻ്റെ, ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കോമ്പിനേഷനാണ്. അപ്പം അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ വെജിറ്റബിൾ മിക്സ് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എന്താ ഇൻഗ്രീഡിയൻസ്, ഇത് എങ്ങനെ ഉണ്ടാക്കാം, എത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നമ്മളിവിടെ ഒരൊറ്റ ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഞാനിവിടെ ഉണ്ടാക്കി കഴിഞ്ഞ് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കോക്കനട്ട് ഓയിൽ കറി റെഡി ആയി കഴിഞ്ഞ് വേണമെങ്കിൽ അതിന് മുകളിൽ ഒഴിക്കാം ഒരു ടീസ്പൂണും കൂടെ. ഞാനിവിടെ ചെയ്തിട്ടില്ല. ഒരൊറ്റ ടീസ്പൂൺ വളരെ ഓയിൽ കുറച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു വെജിറ്റബിൾ സ്റ്റൂ കറിയാണ്. ഓയിൽലെസ് കറി എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കുക. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റിയൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്, ഇവിടെ നമുക്ക് ക്യാരറ്റ് മീഡിയം സൈസ് 2 നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഒരു 10 ബീൻസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, പിന്നെ ഗ്രീൻ പീസ് 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ, ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. 2 ഉരുളൻകിഴങ്ങ്, മീഡിയം സൈസ് ഉരുളൻകിഴങ്ങ് 2 എല്ലാം ഒരേ സൈസിൽ ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെക്കുക. കാരണം നമ്മളിത് ഒരേ സമയത്ത് നമുക്ക് ഒരുപോലെ വെന്ത് കിട്ടണമെങ്കിൽ ഇതുപോലെ ഒരേ ടൈപ്പിൽ കട്ട് ചെയ്ത് വെക്കുക. അധികം വലിപ്പത്തിൻ്റെ ആവശ്യമില്ല. ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് ഒരു സവാള, അത് നമ്മളിതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ ഇഞ്ചി, 1 ഇഞ്ച് നീളമുള്ള ചെറിയ ഇഞ്ചി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു തണ്ട് കറുവാപ്പട്ട നമ്മളിവിടെ 3 പീസ് എടുത്തിട്ടുണ്ട്, അത് ചെറുതാണ്. പിന്നെ നമ്മൾ ഗ്രാമ്പൂ ഒരു 8 എടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ 4 ഏലക്ക നമ്മൾ ഇതിൻ്റെ തൊണ്ട് പൊളിച്ചിട്ട് വേണം ഇടാൻ എപ്പോഴും. കാരണം ഇത് ഭയങ്കര വിഷമൊക്കെ അടിച്ച് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണ്. ഈ ഏലക്കയിൽ ഒത്തിരി വിഷം കാണും ഇതിൻ്റെ തൊണ്ടിൽ. അപ്പം എപ്പോഴും തൊണ്ട് പൊളിച്ചിട്ട് നമ്മൾ ഏലക്ക ഉപയോഗിക്കാവുള്ളൂ. അപ്പം നമ്മൾ ഇതിനിപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങുക. ആദ്യം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. നമുക്ക് വേണ്ടത് നമുക്ക് കോക്കനട്ട്, തേങ്ങ, ഒരു മുറി തേങ്ങയും കൂടെ നമുക്കിതിന് ആവശ്യമുണ്ട്. തേങ്ങ ഞാനിവിടെ ഒരു മുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പിന്നെ ഇതിൻ്റെ പാലാണ് ഉപയോഗിക്കുന്നത്, ഇങ്ങനെയല്ല ഇടുന്നത്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പം നമ്മൾ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുന്നു. പാൻ ചൂടായിക്കൊണ്ടിരിക്കുന്നു. നമ്മളതിലേക്ക് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. കാരണം ഇത് നമ്മൾ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്ന കറിയാണ്. അപ്പം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. കാരണം ഇത് കോക്കനട്ടിൽ ജ്യൂസിലുണ്ടാക്കുന്ന ഒരു കറി ആയതുകൊണ്ട് നമ്മൾ കോക്കനട്ട് ഓയിൽ തന്നെ ഉപയോഗിക്കുന്നതിന്. അപ്പം 1 ടീസ്പൂൺ നമ്മളിതിലേക്ക് ഒഴിച്ചു. ഇനി നമ്മളിതിലേക്ക് ഈ ഗരം മസാല എല്ലാം ഇതിലേക്ക് ഇടുക. ഇതിൻ്റെ തൊലി പൊളിച്ചിട്ട് വേണം നമ്മളിടാൻ. ഏലക്കയുടെ തൊലി പൊളിച്ചിടുക. ഗ്യാസ് സിമ്മി വെക്കുക, അല്ലെങ്കിൽ മേത്തോട്ട് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ആ ഗരം മസാല ഐറ്റംസ് എല്ലാം നന്നായിട്ട് ചൂടായി. ഇനി നമ്മളിതിലേക്ക് സവാള ഇടുന്നു. അതിലേക്ക് കറിവേപ്പില ഒരു തണ്ട്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം അതും ഇട്ടു. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. ഒത്തിരി വറക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു ലൈറ്റ് കളറൊന്ന് ചേഞ്ച് ആകുമ്പോഴത്തേന് ബാക്കിയുള്ള ഐറ്റംസും പച്ചക്കറികളെല്ലാം കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോവാം. ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്തു, 2 സെക്കൻഡ്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്ന ബീൻസ് ആഡ് ചെയ്യുന്നു. പിന്നെ നമ്മളിതിനകത്ത് റെഡ് ചില്ലി ഒന്നും ഉപയോഗിക്കുന്നില്ല, കുരുമുളക് ഉപയോഗിക്കുന്നില്ല. അപ്പം നമ്മളിവിടെ പച്ചമുളക് ഒരു 5-8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ എരിവനുസരിച്ച് നല്ല എരിവുള്ള മുളകാണ്. പച്ചമുളക് മാത്രമേ നമ്മളിവിടെ ഉപയോഗിക്കുന്നുള്ളൂ. വെജിറ്റബിൾ എല്ലാം ആഡ് ചെയ്തു. ഇവിടെ വേണമെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലിൻ്റെ 2ാം പാലും കൊണ്ട് നമ്മളിതിനകത്ത് വേണമെങ്കിൽ വേവിക്കാം. ഞാനിവിടെ വെള്ളം ഒഴിച്ചാണ് വേവിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചാണ് നമ്മളത് വേവിക്കാൻ പോകുന്നത്. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്.
ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യും. 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തു. ഇതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യും. നമുക്ക് ഈ വെജിറ്റബിൾ ഒന്ന് വെന്ത് കിട്ടാൻ മാത്രമുള്ള വെള്ളം മതി, ഒത്തിരി വെള്ളം വേണ്ട. 1 ഗ്ലാസ് വെള്ളം. അതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പം നമ്മളിതിനകത്ത് നമ്മളിപ്പം വെള്ളം ഒഴിച്ചു, ഇനി നമ്മൾ മൂടി വെച്ചു. ഇത് നമ്മളിനി ഒരു 10 മിനിറ്റ് ഇങ്ങനെ വേവിക്കണം. 10 മിനിറ്റ് വേവുണ്ട് ഈ വെജിറ്റബിളിന്. നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഗ്യാസ് വെച്ചിരിക്കുന്നത്. അപ്പം അത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സമയത്ത് നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് തേങ്ങ ഇട്ട്, അതിലേക്ക് ഈ ഒരു ബൗൾ നിറച്ച് തേങ്ങയുണ്ട്. അത് ഒരു തേങ്ങയുടെ മുറിയുടെ തേങ്ങയാണ് ഞാനിവിടെ ചിരകി വെച്ചിരിക്കുന്നത്. അതിലേക്ക് അത്രയും തന്നെ, ആ ബൗളിൽ അത്രയും തന്നെ വെള്ളം ഒഴിച്ച് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുന്നു. കാരണം ഇതിന് നമ്മളിവിടെ ഇപ്പം 1-ാം പാലും 2-ാം പാലും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നില്ല. ഒറ്റ പ്രാവശ്യം അടിച്ച് അത് നമ്മൾ ലാസ്റ്റിൽ ആ പാല് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. 2ആയിട്ട് നമ്മൾ എടുക്കുന്നില്ല. പിന്നെ ഇത് കുക്കറിൽ ഇത് വേവിക്കരുത്. കുക്കറിൽ തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ച് കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ അത് തിളച്ച് നന്നായിട്ട് വരുമ്പോൾ അത് മൊത്തം പിരിഞ്ഞു പോകും. തേങ്ങാപ്പാൽ മൊത്തം പിരിഞ്ഞിരിക്കുന്ന കാണാം. അപ്പം കുക്കറിൽ ഇത് വെക്കാതിരിക്കുക. എപ്പോഴും ഇതുപോലെ ഒരു പാത്രത്തിൽ 10 മിനിറ്റത്തെ വേവുള്ളൂ, ഒത്തിരി വേവില്ല. ഇത് പെട്ടെന്ന് വേകുന്ന വെജിറ്റബിൾ ആണല്ലോ. അപ്പം ഇതിങ്ങനെ ഒരു പാനിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ചിലപ്പം തേങ്ങാപ്പാൽ 2-ാം പാൽ ഒഴിച്ച് വേവിക്കുമ്പം പിരിഞ്ഞിരിക്കുന്നതാണ്, പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഒറ്റ പ്രാവശ്യമേ പാലെടുക്കുന്നുള്ളൂ. ഒരൊറ്റ ബൗൾ വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് അടിച്ച് പിഴിഞ്ഞെടുക്കുക. അതാണ് ഇനിയിപ്പോൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ 1 തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്, അതായത് അരമുറി തേങ്ങ ചിരകി വെച്ചാണ്. അപ്പം അത് മിക്സിയിലേക്ക് ഇട്ടു. ഇതിലേക്ക് നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ്. നമുക്ക് ഇച്ചിരി ഗ്രേവി കൂടുതൽ വേണ്ടതുകൊണ്ട് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇനി നമ്മളിത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക, നല്ല ഫൈനായിട്ട്. നമ്മളിത് തേങ്ങ നന്നായിട്ട് നമ്മൾ അടിച്ചെടുത്തു. അത് ഒരു അരിപ്പ എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുക. അപ്പം നമ്മുടെ കോക്കനട്ട് ജ്യൂസ് ഇത് താഴെ വന്നിരിക്കുന്നു. ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജ്യൂസ് എല്ലാം താഴോട്ട് പോരും. കൈ കൊണ്ട് നന്നായിട്ട് ഇത് കയ്യിലെടുത്ത് പിഴിയുക. നിർത്തുന്നത് ജ്യൂസ് മാക്സിമം നമുക്ക് കിട്ടും. അപ്പോൾ ദേ ഇവിടെ നമ്മുടെ വെജിറ്റബിൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ദേ വെള്ളമെല്ലാം ഓൾമോസ്റ്റ് പറ്റി. ഇനി നമ്മളിതിലേക്ക് ഇപ്പം നമ്മുടെ തേങ്ങാപ്പാൽ നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒന്നുകൂടെ അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുക. ഇപ്പോൾ എക്സാക്ട്ലി 2 ഗ്ലാസ് വെള്ളമാണ് നമ്മളിതിനകത്ത് എടുത്തിരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഈ വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ 1/2 കിലോ ഉള്ളൂ. അപ്പം നമ്മൾ ഒരു അരമുറി തേങ്ങയുടെ ആവശ്യം എക്സാക്ട്ലി ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞ് നമുക്കിത് വാങ്ങാം. നമുക്കിതിനകത്തൊന്നും ആഡ് ചെയ്യാനില്ല. ഉപ്പ് മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇതൊന്ന് ഇടയ്ക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് ഇതിനകത്ത് ഉടച്ചിടുവാണെങ്കിൽ ഇച്ചിരി കൂടെ കൊഴുപ്പ് കിട്ടും കറിക്ക്. നമ്മളിപ്പോൾ ഗ്യാസ് ഫുള്ളി വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞ് നമുക്കിത് വാങ്ങാം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഒരു വളരെ ഈസി ആയിട്ടുള്ള വെജിറ്റബിൾ കറിയാണ്. ഇത് അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് വളരെ, അപ്പം ഇടിയപ്പത്തിൻ്റെ കൂടെ വളരെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ ഇതേ വെജിറ്റബിൾ സ്റ്റൂ കറി റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ല വൈറ്റിഷ്, ഒട്ടും കളറൊന്നുമില്ല, നല്ല ടേസ്റ്റിയാണ്. നല്ല ഗരം മസാലയുടെ എല്ലാം എന്ത് ടേസ്റ്റ്, എന്ത് സ്മെല്ല്, വളരെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പം നമുക്കിത് വേറെ പാത്രത്തിലേക്ക്, ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു. ഒരല്പം തണുക്കാൻ വേണ്ടി അനുഭവിക്കുക. ഉടനെ ചൂടോടുകൂടി പാത്രത്തിലേക്ക് മാറ്റാതിരിക്കുക. അപ്പം ഇവിടെ തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. പാത്രം നല്ല ചൂടുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരല്പം ആറിയതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ സ്റ്റൂ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ ഇനി വേറൊരു വീഡിയോയുമായി വീണ്ടും കാണും. അപ്പോൾ അതുവരെ എല്ലാവരും എൻ്റെ വീഡിയോസ് എല്ലാം കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.